പറഞ്ഞ് PSL വീണ്ടും വീണ്ടും കോമഡി ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഹസൻ അലിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, പിന്നെ ഹെയർ ഡ്രയർ സമ്മാനമായി കൊടുത്തത് ചർച്ചയായി. അങ്ങനെ പല പ്രശ്നങ്ങളും പല ഇൻസിഡന്റുകളും നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏറ്റവും അവസാനം സാം ബില്ലിങ്സിന്റെ അടുത്ത് പോയി അഭിപ്രായം ചോദിക്കാൻ പോയതും കൂടി പണി കിട്ടി. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് റമീസ് രാജയുടെ വകയാണ് അടുത്ത പണി PSLന് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു മത്സരത്തിന് ശേഷം, മുൾട്ടാന ലാഹോർ മത്സരത്തിന് ശേഷം മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള അയർലാൻഡിന്റെ ജോഷ് ലിറ്റിൽ എന്ന് പറയുന്ന താരത്തെ അദ്ദേഹം ക്ഷണിക്കുന്ന സമയത്ത് HBL PSL എന്ന് പറയുന്നതിന് പകരം IPL എന്ന് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് പ്രചരിക്കുന്നത്. അതോടൊപ്പം തന്നെ PSL കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാണി, ഗ്രൗണ്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാണി അവിടെ ഇരുന്നിട്ട് IPL കാണുന്ന മൊബൈലിൽ IPL മത്സരം കാണുന്ന ഒരു വീഡിയോയും കൂടി വൈറലാവുന്നുണ്ട്. ഹസൻ അലി തുടങ്ങി വെച്ച ഈ ഒരു പ്രശ്നം അത് വളരെ ഓരോ ദിവസവും കൂടുന്തോറും വളരെ രസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇത്തരം അനാവശ്യമായിട്ടുള്ള താരതമ്യത്തിലേക്കൊക്കെ പോയത് കൊണ്ടല്ലേ ഈ പണി കിട്ടിയത്? അതാണ് അനാവശ്യമായ താരതമ്യമാണ്. ഇപ്പൊ റമീസ് രാജ പറഞ്ഞത്, പിന്നെ പാകിസ്ഥാൻ മുൻ നായകൻ റമീസ് രാജയുടെ ഒരു നാക്കുപിഴയാണ്. അത് അത്രേ കാണുള്ളൂ. നാക്കുപിഴയ്ക്ക് ഒഴിവാക്കേണ്ട സാധനമായിരുന്നു. ഇത് ഇത്രയൊക്കെ ചർച്ചയാവാനും കാരണം ഇവർ IPLനെയും PSLനെയും കമ്പയർ ചെയ്യാൻ തുടങ്ങിയോണ്ടാണ്. പാക് മീഡിയകളും പാക് മുൻ താരങ്ങളും ഒക്കെ അന്നേരം തൊട്ടേ പിന്നെ ഈ IPLനും പറഞ്ഞിട്ട് IPL എന്താണോ IPL ആണോ വലുത്, IPLനേക്കാൾ വലുതാണ് PSL, IPLും PSLും വരുമ്പം IPLനാണ് കാണികൾ കുറയും, PSL കയറി വരും എന്നൊക്കെ പറഞ്ഞ് ഒരു അനാവശ്യ ചർച്ച ഉണ്ടാക്കുമായിരുന്നു. സാം ബില്ലിങ്സിനോടുള്ള ചോദ്യവും മാധ്യമപ്രവർത്തന ചോദ്യവും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇവർ വെറുതെ ചോദിച്ചു അന്ന് അദ്ദേഹം ക്ലിയർ ആയി മറുപടി വിട്ടിട്ടുണ്ടായിരുന്നു. IPL എവിടെ, PSL എവിടെയെന്ന്. IPL താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞാണ് ഇതിപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് എല്ലാ ലോക ക്രിക്കറ്റ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നതും ഇങ്ങനെയുള്ള ഈ ചെറിയൊരു പിഴവ് പോലും എടുത്ത് വിമർശിക്കപ്പെടുന്ന കാണാവുന്നത്. റമീസ് രാജ പറഞ്ഞത് ചെറിയൊരു പിഴവല്ല. പിന്നെ കമന്റ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് PSL എന്ന് പറയും IPL എന്ന് പറയുമ്പോൾ അല്ല, റമീസ് രാജയുടെ മൈൻഡില് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നെ ഡ്രസ്സിംഗ് റൂം അല്ലെങ്കിൽ പിന്നെ കമന്ററി ബോക്സിൽ അങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും IPL ഇന്നത്തെ മത്സരത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ മനസ്സിൽ വന്നേയിരിക്കാം, എന്ത് സംഭവം ആയിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ചർച്ചകൾ വരുന്നതിന്റെ പേരിലാകുമ്പോൾ അത് റമീസ് രാജയുടെ മനസ്സിൽ വരെ IPL ആണ്, IPL വെച്ചാണ് വരുന്നത്. അതിനൊപ്പം തന്നെ സൈഫ് പറഞ്ഞ ഗാലറിയിൽ ഇരുന്നിട്ട് അത് അപമാനം എന്നല്ലാതെ വേറൊരു വാക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഇതിനെ അപമാനിക്കണം, ഇത് ചെയ്യുന്നത് പാകിസ്ഥാൻ ആരാധകരാണ്, അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ആരും വണ്ടി പിടിച്ച് കാണാനൊന്നും ഇരിക്കുന്നില്ല. തീർച്ചയായും തന്നെയാണ് അത് കളിയാടെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ പ്രിയപ്പെട്ട ടീമിന്റെ IPL നടക്കുന്നുണ്ട്, IPL കാണാതിരിക്കാൻ പറ്റില്ല. ക്രിക്കറ്റ് ടൂർണമെന്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ റമീസ് രാജനെ ഈ വെറുതെ അങ്ങനെ വിടുന്നു തോന്നുന്നുണ്ടോ ആരാധകർ? കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അവര് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്തവണ IPLും PSLും ഒരുമിച്ച് നടക്കുന്നതെന്ന് അവർ ഏറെ ആഗ്രഹിച്ചിട്ട് ഒരു ചാമ്പ്യൻസ് ട്രോഫി നടത്തിയിട്ട് ആ ചാമ്പ്യൻസ് ട്രോഫി 8 നിലയിൽ അതിന്റെ പൊട്ടിപ്പൊളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടത്. കാരണം പാകിസ്ഥാൻ ഒന്നും അല്ലാതാവുകയും ചെയ്ത് പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ ദുബായിലേക്ക് മാറുകയും ചെയ്ത് ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. അതായത് നടക്കുന്നത് മാത്രമല്ല, ആ ഇന്ത്യക്കാരനാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളും ദുബായിലേക്കും പോയത്. അതിന്റെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൂടെ കൂടിയിട്ടാണ് അവർ IPLന് മുകളിലേക്ക് അന്തരത്തോട്ട് കയറാൻ വേണ്ടി തുടങ്ങിയത്, IPLനെതിരെ വിമർശനങ്ങളുമായിട്ട് വന്നത്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം പറഞ്ഞാൽ IPL കളിക്കാത്ത താരങ്ങൾ മാത്രമേ കളിക്കുന്നുള്ളൂ. അവിടുന്ന് പിന്നെ ടീമിൽ കളിക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ട താരങ്ങൾ IPL ആർക്കെങ്കിലും പരിക്കുമായിട്ട് റോൾ ഔട്ട് ആയിട്ട് പോകുമ്പോൾ ചാൻസ് കിട്ടി ഇങ്ങോട്ട് ഓടി വരുന്നു. ഇതിന് ബാക്കിയുള്ളത് മാത്രമേ അറിയുന്നില്ല. കളിക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, അന്താരാഷ്ട്ര താരങ്ങളുടെ പിന്നെ ഒരു ദൗർബല്യ താരങ്ങളുടെ കുറവ് തന്നെ പറയാം. ഇവിടെ കളിക്കാത്ത താരങ്ങൾ മാത്രം അവിടെ കളിക്കുന്നു. ഇനി അവിടെ കളിക്കുന്ന താരങ്ങൾ ഇവിടുന്ന് ഒരു കോൾ വന്ന് അപ്പം ഇട്ടിട്ട് വരുന്നു. അപ്പം തന്നെ ഈ ലീഗ് തമ്മിൽ വ്യത്യാസവും താരങ്ങൾ ഇത് കൊടുക്കുന്ന വിലയും മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനിടത്തേക്ക് ഈ റമീസ് രാജയുടെ പ്രതികരണം വരുമ്പോൾ റമീസ് രാജയ്ക്ക് ഇനിയിപ്പം അദ്ദേഹത്തിന്റെ വിശദീകരണം ഇനി വന്നേക്കാം. അല്ലെങ്കിൽ മുൻതാരങ്ങൾ ഈ പറഞ്ഞ് നടക്കുന്ന PSLനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന മുൻതാരങ്ങൾ വിമർശനം വരാം. ആരാധകർ വിമർശിക്കുന്നവർക്ക് തോന്നുന്നില്ല. കാരണം ഈ ആരാധകരാണല്ലോ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് IPL കാണുന്നത്. അവർക്ക് വലിയ വിഷയമായിരിക്കില്ല. അവർക്കും അറിയാം സംഭവം PSL ആണോ IPL ആണോ വലുതെന്ന് അവർക്ക് പറയുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ ഈ രണ്ട് ലീഗുകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ IPLന്റെ മീഡിയ റൈറ്റ് എന്ന് പറയുന്നത് $6.2 ബില്യൺ ആണ്. അവിടെ ആ ഒരു ഇതിനകത്താണ് $36 മില്യൺ ഉള്ള PSL. ഇത് രണ്ട് ലീഗും എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. പിന്നെ അത് മാത്രമല്ല, ഒരുപക്ഷെ PSL തുടങ്ങുന്ന സമയത്തിനേക്കാളും കൂടുതൽ അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന
T20 അങ്ങനെയുള്ള വന്ന ലീഗുകളെല്ലാം മുന്നിലേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ള T20 ലീഗുകൾ ഇപ്പോൾ IPL മാറ്റി നിർത്താൻ എന്തായാലും ക്രിക്കറ്റിനെ സംബന്ധിച്ച് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച T20 ലീഗ് അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച മറ്റേ വാല്യൂ ഉള്ള സ്പോർട്സ് ലീഗിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ പോലെ അതിൽ 2ാം സ്ഥാനത്തുള്ള ലീഗാണ് IPL എന്നുള്ളതാണ്. ആദ്യത്തെ ഫസ്റ്റ് NFL, സെക്കൻഡ് IPL എന്നുള്ളത്. ആ ഒരു ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു, അതായത് ക്രിക്കറ്റ് മാത്രമല്ല മൊത്തം എല്ലാ മത്സരത്തിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് നോക്കുന്ന സമയത്താണ് ഇപ്പൊ ഫുട്ബോളിനൊക്കെ അപേക്ഷിച്ച് പോലും സാമ്പത്തികമായിട്ടുള്ള മൂല്യം, ഓരോ മത്സരത്തിന്റെ മൂല്യത്തിന്റെ കാര്യത്തിൽ അത്രയും മുന്നിൽ നിൽക്കുന്ന ഒരു ലീഗാണ് IPL. ആ IPL-ഉമായിട്ട് PSL കമ്പയർ ചെയ്തിട്ട് അവസാനം റമീസ് രാജ അവരുടെ സ്ഥലത്ത് അവരുടെ സ്പോൺസറുടെ പേരടക്കം ചേർത്തിട്ടാണ് വായിക്കുന്നത്. എനിക്ക് അതാണ് PSL എന്ന് പറയുന്നതിന് പെട്ടെന്ന് നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ PSL ISL ആവും, IPL EPL ആവും, ഇതൊക്കെ നമ്മൾ ടങ് സ്ലിപ്പ് അതെന്ന് നാക്കുമ്പോഴേ സംഭവിക്കും. പക്ഷെ ഇത് അദ്ദേഹം ആ ഒരു സ്പോൺസർ ടൈറ്റിലും കൂടി ഇനി സ്പോൺസർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ മനഃപൂർവ്വം പറഞ്ഞാൽ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാവട്ടെ, റീച്ച് ഉണ്ടാവട്ടെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ, ആ രീതിയിലൊക്കെ ഇതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ PSL നല്ല ലീഗായിരുന്നു, സംശയമില്ല. IPL തൊട്ട് പിന്നിൽ 2ാമതായിരുന്ന ലീഗായിരുന്നു, IPL തൊട്ട് പിന്നിലായിരുന്നു 2ാമതായിരുന്ന ലീഗായിരുന്നു PSL. പക്ഷെ ഇപ്പൊ ILT നിൽക്കുമ്പോൾ പിന്നിലായിട്ട് 6ാം സ്ഥാനത്ത് നിന്ന് വേണ്ടി പറയാൻ പറ്റുന്നേ ഉള്ളൂ, അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ HBL ഇത് റമീസ് രാജ് മനഃപൂർവ്വം HBL IPL എന്ന് പറയുകയും അതുവഴി ആ ബ്രാൻഡിന്റെ ഒരു നമ്മള് ചർച്ച ചെയ്തു, നമ്മളെ ബ്രാൻഡിന്റെ പേര് കൂടിയല്ലേ ചർച്ചയാവുന്നത്. പുറമെ IPL ചർച്ച ചെയ്ത് തുടങ്ങി. PSL കളിയാക്കലാണെങ്കിൽ കൂടി നമ്മളെ പേര് പറയാം. സീരിയസ്ലി എനിക്ക് ഇത് ഇത്രയും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഇതിന്റെ സ്പോൺസേഴ്സ് ആരാണെന്നുള്ളത് നമ്മൾ നോക്കിയില്ല. നമുക്ക് IPL കാര്യത്തിൽ നമ്മൾ അപ്പോഴും അത് നമ്മൾ കേട്ട് അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ഓരോ സീസൺ നമുക്ക് അതെ, ആ പേര് അങ്ങനെ ഇതാവാറുണ്ട്. പക്ഷെ ഇത് PSL എന്ന് നമ്മൾ പറയുമ്പോൾ പോലും HBL PSL എന്നുള്ളത് പോലെ, പക്ഷെ ഇപ്പൊ IPL ആയിട്ട് അതിനെ കൂട്ടിച്ചേർത്തപ്പോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് മുൻ പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള റാഷിദ് ലത്തീഫ് അടുത്തിടെ PSL പറയുന്നത് ഒരു ചെറിയ ലീഗ് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ TV കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ലീഗ് എന്നാണ് റാഷിദ് ലത്തീഫ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ IPL-ഉമായിട്ട് അല്ല, ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ PSL ഇത്രത്തോളം പിന്നെ വിമർശിക്കാനോ കളിയാക്കേണ്ടെന്ന് കാര്യമില്ല. ആ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന ക്രിക്കറ്റിന്റെ കാര്യം നമുക്കറിയാം. ക്രിക്കറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറെ തെറ്റുണ്ടാവില്ല. അപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിന്റെ അവസ്ഥ നമുക്കറിയാം. താരം പിന്നെ ബാറ്റിംഗ് ഇറങ്ങാണ്ട് കടന്നുറങ്ങിയിട്ട് ടൈം ഔട്ട് ആവുന്ന താരങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ലീഗ് വരുമ്പോൾ PSL വരുമ്പോൾ ഇപ്പോഴത്തെ PSL പഴയ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. ന്യൂസിലാൻഡിന്റെ അകത്ത് ഏതോ 2 ആരാധകരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കയറി തല്ലാൻ പോയിട്ടുള്ള ഇൻസിഡന്റ് വരെ സംഭവിക്കുന്നുള്ളതാണ്. ക്രിസ്റ്റിൽ ഷാനെ പോലുള്ള താരങ്ങളാണ് പോകുന്നില്ലാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വലിയ ക്രൈസിലൂടെ പോകുന്ന സമയത്ത് അവരുടെ ലീഗും ഈ ഒരു നിലവാരമേ പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവേണ്ടതുള്ളൂ. പക്ഷെ അവിടെ വെച്ചിട്ട് ആ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അതിന് നേരെ IPL ഒരു താരതമ്യം ചെയ്തിട്ട് നമ്മൾ IPL മുകളിലാണെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, PSL അവിടെ നടക്കും. ഈ പറഞ്ഞ നമ്മൾ ILT പല ലീഗുകൾ നടക്കുന്നുണ്ട്, പല ലീഗുകളിൽ പല താരങ്ങൾ കളിക്കുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെ വിലയുണ്ട്. PSL വാല്യൂ ഉണ്ട്, യാതൊരു ഇപ്പോൾ PSL കാര്യം പറയുകയാണെങ്കിൽ തന്നെ PSL തുടക്കത്തിലൊക്കെ അവിടുത്തെ കഴിഞ്ഞ വർഷത്തൊക്കെ അപേക്ഷിച്ച് അവിടുത്തെ അതിന്റെ വ്യൂവർഷിപ്പിലൊക്കെ ഭയങ്കര വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ IPL-ഉമായിട്ടുള്ള ക്ലാഷ് വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആയിട്ട് ക്ലാഷ് വന്നതൊക്കെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാമ്പ്യൻഷിപ്പ് എന്ന പോലെ പ്രശ്നമാണ്. പക്ഷെ എങ്കിൽ കൂടി അതിന്റെ IPL-ന്റെ ഒരു ഇതിൽ വെച്ചിട്ട് അങ്ങ് പോകുമ്പോൾ ചെറിയ സാമ്പത്തിക നഷ്ടം എന്തായാലും ഉണ്ടാവാതിൽ പോയിരുന്നു. പക്ഷേ ഈ അനാവശ്യ വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും എത്തിക്കേണ്ട ആവശ്യം ഈ റമീസ് രാജയെ പോലെ ഇപ്പോൾ കേരള കയറേണ്ട ആവശ്യം ഇവിടെ നാക്കിന്റെ പ്രശ്നമാണ്. IPL കളിക്കാൻ വിദേശ താരങ്ങൾ പോകരുത്. അതാണ് ഇൻസമോളൊക്കെ IPL കളിക്കാൻ വിദേശ താരങ്ങൾ പോകരുത്, വിദേശ രാജ്യങ്ങളാരും താരങ്ങൾ വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസമോളൊക്കെയാണ് തുടങ്ങി വെച്ചത്. എന്നിട്ട് ഇവരോട് മറ്റേ ന്യൂസിലൻഡ് കളിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ന്യൂസിലൻഡ് താരങ്ങളില്ല, അവർ IPL കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വണ്ടി വരും. തിരിച്ച് PSL കളിക്കാൻ വേണ്ടി അവർ അവിടെ PSL വരുമ്പോഴേക്കോ PSL ഉള്ള താരങ്ങൾ പിന്നെ അവസരം കിട്ടുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അവർ താരങ്ങൾക്ക് നടപടിക്കാരനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കാര്യമില്ല. തീർച്ചയായും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ റൈറ്റിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഈ 2 ലീഗുകൾ തമ്മിലുണ്ട്. അതുപോലെ തന്നെ വ്യൂവർഷിപ്പിൽ വലിയ വ്യത്യാസം ഉണ്ട്. താരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ മത്സരങ്ങൾ 10 ടീം 6 ടീം 74 മത്സരം 36 മത്സരം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് മാത്രമല്ല കളിക്കാൻ വരുന്ന താരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന താരങ്ങൾ IPL കളിക്കാൻ വരുമ്പോൾ അതല്ലാതെ IPL അവസരം കിട്ടാത്ത അല്ലെങ്കിൽ IPL കളിക്കാൻ പറ്റാത്ത താരങ്ങളാണ് PSL പോകുന്നത്. പിന്നെ ഇവിടെ താര ലേലമൊക്കെ ആയിട്ട് ഉയർന്ന സാലറിയും ഇതൊക്കെ വരുന്ന സമയത്ത് അവിടെ ഡ്രാഫ്റ്റാണ്, പ്ലെയർ ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിൽ വ്യത്യാസമുള്ള ഇന്ന് ലോക ക്രിക്കറ്റിൽ ഒരു 2ാം സ്ഥാനം പോലും ഇല്ലാത്തൊരു ലീഗിനെ വെറുതെ ഇല്ലാത്തൊരു ലീഗിനെ വെറുതെ IPL-ഉമായിട്ട് ചേർത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക്
വഴി വെച്ച് ഇപ്പോൾ റമീസ് രാജക്ക് വന്ന ഒരു സെക്കൻഡുകൾ കൊണ്ട് വന്ന ഒരു നാക്കുപിഴ പോലും ഇത്രയും ചർച്ചയിൽ എത്തിയിട്ട് അതുപോലെ തന്നെ ആരാധകര് തന്നെ സ്വന്തം സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് IPL ഞാൻ ആലോചിക്കുന്ന അത് ആരാധകൻ ടിക്കറ്റിന് കാശ് ചെലവാക്കിയിട്ടായിരിക്കൂല അവിടെ പോയിരിക്കുന്നത്. എന്നിട്ട് അത് കണ്ട് എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അവിടെയാണ് ഞാൻ കാണുന്ന അയാൾ തികഞ്ഞൊരു നല്ലൊരു ക്രിക്കറ്റ് ആരാധകനാണ് അദ്ദേഹം. നാട്ടിൽ നടക്കുന്ന PSL ലീഗ് കിടക്കുന്നത്, അതിൽ താരങ്ങൾ കളിക്കുന്നത് കാണാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. ആ സമയത്ത് അയാൾ ഇഷ്ടപ്പെട്ട ടീം IPL കളിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട താരങ്ങൾ കളിക്കുന്നുണ്ടാവും. അയാൾക്ക് അത് കാണണമല്ലോ. ഈ PSL ഈ ക്ലാഷ് മുതൽ പ്രശ്നമാണ്, അത് കാണാൻ വേണ്ടി പറ്റുന്ന കാണണം, അതിനുവേണ്ടിയിരിക്കുന്നു. ഒരു ക്രിക്കറ്റ് ആരാധകന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് ലീഗിന് അപമാനമായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. അയാളെ കുറ്റം പറ്റില്ല. തീർച്ചയായും. എന്തായാലും നമുക്ക് ഈ ചർച്ചകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. റമീസ് രാജക്ക് പറ്റിയ അബദ്ധങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവും. അതിന് ഇപ്പോഴത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ തന്നെ ഫ്രാഞ്ചൈസികൾക്ക് ഇപ്പൊ ഇവിടെ ടീം ഉടമകൾക്ക് തന്നെ PSCBയും അതുപോലെ തന്നെ PSLും തങ്ങളുടെ ടീമിന്റെ ഈ പ്രൊഫഷണലിസം, അതായത് ലീഗിന്റെ പ്രൊഫഷണലിസം ഇല്ലാതാക്കുന്നത് ഓരോ സീസൺ കഴിയും തോറും ഇല്ലാതാക്കുന്നത് അവരാണ് എന്ന തരത്തിലുള്ള ചർച്ച ഒക്കെ നടക്കുന്നുണ്ട്. മറുവശത്ത് IPL എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും ആരാധകരുടെ ആ ഒരു ഇത് പിടിച്ചു പറ്റുകയും കാഴ്ചക്കാരുടെ എണ്ണം കൂടുകയും ഒക്കെ ചെയ്തിട്ടൊരു മികച്ച ലീഗായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും റമീസ് രാജ ആയിരിക്കും കുറച്ചു കാലം ഈ പറയുന്ന പാക് ആരാധകരുടെ ഒക്കെ വിമർശനങ്ങളുടെ ഏറ്റവും വലിയ ഇര എന്ന കാര്യത്തിൽ. അതിലെനിക്ക് ഡൗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും പാക് ആരാധകർ വിമർശിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആരാധകർക്ക് യാഥാർത്ഥ്യം അറിയാം. ഈ മുൻ താരങ്ങളും ഇതുപോലെ വെറുതെ IPL ചോദിക്കാൻ വേണ്ടി വരുന്ന ആ താരങ്ങളുടെ മാത്രം പ്രശ്നങ്ങളെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം.